ഫസ്റ്റ് എപ്പിസോഡ് വെച്ച് ഒരിക്കലും ഒരു സീരീസിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വീണ്ടും റിമൈൻഡ് ചെയ്തിരിക്കുകയാണ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന ആനിമേറ്റഡ് സീരീസ്. ഇതിപ്പോൾ ജിയോ സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ്. 10 എപ്പിസോഡ്സ് ആണ് ടോട്ടലി ഉള്ളത്. ഒരു ആനിമേറ്റഡ് സീരീസ് ആണ്. നമുക്കറിയാം സ്പൈഡർമാൻ്റെ ഒറിജിൻ സ്റ്റോറി നമ്മൾ പല മൂവീസ് ആൻഡ് പല വേർഷൻസ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താണ് ഇത്രത്തോളം യൂണീക്കായിട്ട് ഓഫർ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടന്റ് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ ടീസർ ട്രെയിലറൊക്കെ റിലീസായ സമയത്ത് ഓക്കെ ഇതിൽ എന്താണ് ഇപ്പോൾ കൂടുതലായിട്ട് വരാനുള്ളത്, നമ്മൾ കണ്ട് അതേ സ്റ്റോറി തന്നെ ഇവർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് ഡി സിക്ക് ബാറ്റ്മാൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി പറയുന്ന പോലെയാണ് മാർവലിന് ഈ ഒരു സ്പൈഡർമാൻ ക്യാരക്ടറിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി പറയുന്നത്. പക്ഷേ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ടേക്ക് ആ കുറേ എപ്പിസോഡ്സ് കഴിഞ്ഞു പോയത് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു. അത് അത്രത്തോളം നല്ലൊരു ആ ഒരു സ്റ്റോറി ലൈനും അല്ലെങ്കിൽ കുറെ വിചാരിക്കാത്ത കുറെ സർപ്രൈസിങ് ആയിട്ടുള്ള പല എൻട്രികളും ആ സ്റ്റോറിയിലെ ചില ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചപ്പോൾ അല്ലെങ്കിൽ 10ാമത്തെ എപ്പിസോഡ് അവസാനിച്ചപ്പോൾ ഇതെന്തായാലും നിങ്ങൾ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു സീരീസ് ഓക്കെ ഇതൊരു ആനിമേറ്റഡ് സീരീസ് ആണ്, സെയിം സംഭവം തന്നെ വീണ്ടും ഒരു ഇറക്കിയിരിക്കുന്നു എന്നുള്ളൊരു തോട്ടിൽ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് മസ്റ്റായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം നല്ലൊരു ആ സ്റ്റോറിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പക്ക സീസൺ 1 തന്നെയാണ്. നല്ലൊരു ബേസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അവർക്ക് ബിൽഡ് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈവൻ മാർവലിന്റെ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കുറെ സിനിമകളായാലും അല്ലെങ്കിൽ ആ സിനിമകളായാലും സീരീസ് ആയാലും വളരെ കുറച്ച് എണ്ണം മാത്രമേ നമ്മുടെ മനസ്സിൽ ശരിക്കും തങ്ങി നിൽക്കുന്നതേ ഉള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഓക്കെയോ ജസ്റ്റ് വന്നു പോയി അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് കിളിവർത്തി എന്ന് തന്നെ പറയാം. കാരണം അതിലുള്ള ആ ഒരു ഒരുപാട് പോസിബിലിറ്റീസ് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സീരീസിൽ. ആ ഒരു ക്യാരക്ടറിന്റെ ആ ഒരു ഡിസൈൻ ആയാലും അല്ലെങ്കിൽ ഇതിലൊരു ആനിമേഷൻ സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ടീസർ ആൻഡ് ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒരു കല്ലുകടിയായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത്. പക്ഷേ ഈ ഒരു സീസൺ 1 കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു സുഖം തോന്നുന്ന അല്ലെങ്കിൽ കണ്ണിന് വളരെയധികം ഫ്രഷ്നെസ് തോന്നുന്ന തരത്തിലുള്ള ഒരു ആനിമേഷൻ സ്റ്റൈലാണ്. ശരിക്കും ആ ഒരു സ്പൈഡർമാൻ കോമിക്സ് നമ്മൾ മറിച്ചിങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഓരോ പേജ് ബൈ പേജ് ആ ഒരു സ്റ്റോറിയിലേക്ക് നമ്മൾ ഇമ്മേഴ്സ് ആയി പോകുന്ന ഒരു ഫീല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ആനിമേഷൻ സ്റ്റൈലിന് സാധിച്ചു. ആൻഡ് ആ ക്യാരക്ടർ ഡിസൈൻസ് ആയാലും ആ ഒരു വെബ് സ്വിങ്ങിങ് ആയാലും ശരി, ആ ഒരു ക്ലാസിക്കൽ ടച്ച് നമുക്ക് പണ്ടുള്ള ആ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു സ്യൂട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരിക്കലും എവിടെയും മോശമാക്കാതെ നല്ല കിടിലനായിട്ട് തന്നെ അവർ പ്രസന്റ് ചെയ്തു. ആൻഡ് ഇതിന്റെ മേക്കേഴ്സ് റീസെന്റ് പറയുന്നുണ്ടായിരുന്നു 4-5 സീസൺസ് വരെ റിന്യൂ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത്. ബട്ട് ഈ ഒരു സീസൺ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അതിനുള്ള കുറെ സംഭവങ്ങൾ ഇതിലുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിഗിനിങ്, ഇറ്റ് ഈസ് ദർ ഇസ് മോർ ടു കം എന്നുള്ള ഒരു ഫീല് പ്രൊവൈഡ് ചെയ്യാനും ആ ഒരു വേൾഡ് ബിൽഡിങ്ങിനും നല്ല രീതിയിൽ തന്നെ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീരീസ് മൊത്തം നമ്മൾ കാണുമ്പോൾ ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും ഈവൻ ആ സ്റ്റോറിയിലത്തെ കുറേ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ പോയിന്റ്സ് ആയാലും ഒക്കെ അവർ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് ആ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും കാണാൻ ശ്രമിക്കുക. ഈ ഒരു സീരീസ് കാണണ്ടെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സീസൺ 1 തന്നെയാണ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. നമുക്ക് ഒരു മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് സ്പൈഡർമാന്റെ സീരീസോ സിനിമകളോ ഒക്കെ കാണുമ്പോൾ ആ ജസ്റ്റ് ആ ഒരു ഗെയിമുകളൊക്കെ ഒന്ന് വീണ്ടും കളിച്ചാലോ എന്നുള്ളത്. ഈവൻ മാർവൽ സ്പൈഡർമാൻ ഗെയിമുകളൊക്കെ ഒന്ന് കളിച്ചാലോ. കാരണം ആ ഒരു വെബ് സ്വിങ്ങിങ് ആയാലും അല്ലെങ്കിൽ ആ സ്പൈഡർമാൻ ആയിട്ട് ആ ഒരു സിറ്റിയിൽ റോം ചെയ്യുന്നതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുക്കില്ല. അത് പണ്ടത്തെ സ്പൈഡർമാൻ ഗെയിം തൊട്ട് ഇപ്പോൾ വരെയുള്ളതായാലും ശരി ആ ഒരു ഫീൽ അതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡ് സൂപ്പർ ഹീറോ തന്നെയാണ് ബാറ്റ്മാൻ. ഈവൻ സ്പൈഡർമാൻ ആൻഡ് ബാറ്റ്മാൻ ഒക്കെ അതൊരിക്കലും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോവില്ല. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണാൻ ശ്രമിക്കുക. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ട പിന്നെ നമുക്ക് പോകുന്ന ഒരു എന്താ പറയുക വൈബ് തന്നെ നമ്മൾ അറിയില്ല. അത്രത്തോളം നൈസായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങൾക്ക് സീസൺ 1 കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം.